ഹലോ. ഇപ്പോൾ നമ്മുടെ തിരഞ്ഞെടുപ്പും കാര്യങ്ങളൊക്കെ ഏകദേശം തീരുമാനമായി. 2 ആഴ്ച നീണ്ട മുഖ്യമന്ത്രി ലഹളയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ വി ഡി സതീശൻ്റെ നേതൃത്വത്തിൽ മന്ത്രിസഭ രൂപീകരിച്ച് നാളെ സത്യപ്രതിജ്ഞ നടക്കാൻ പോവാണ്. അപ്പോൾ ഒരുപാട് വളച്ചുകെട്ടലുകളിലോട്ടൊന്നും പോകുന്നില്ല. ഇടതുപക്ഷം എന്തുകൊണ്ട് ഇത്ര ഭീകരമായി തോറ്റു എന്ന് നല്ല വ്യക്തമായിട്ട് അറിയുന്ന ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും വലിയ രീതിയിൽ ഒരു പരാജയം അവർക്ക് സംഭവിച്ചത്. പക്ഷേ ഇപ്പോഴും ഇടതുപക്ഷത്തിൻ്റെ അകത്ത് നമ്മൾ എന്തുകൊണ്ട് തോറ്റു, ഇതിന് മാത്രം പിണറായി വിജയൻ എന്ത് ചെയ്തു എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെ ചിന്തയൊന്നും ഇൻവാലിഡ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അവരുടെ ചിന്ത വാലിഡ് തന്നെയാണ്. പക്ഷേ അവർ മനസ്സിലാക്കാത്ത ചില കാര്യങ്ങൾ ഉണ്ട്. അത് ഇങ്ങനെ ഒന്ന് ഇരുന്ന് ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളൊന്ന് അനലൈസ് ചെയ്യാനാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു മിനിറ്റ്, നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പ്രധാനപ്പെട്ട ഫാക്ടറുകൾ കാരണമാണ് ഇടതുപക്ഷത്തിന് ഇത്രയും വലിയൊരു പരാജയം സംഭവിച്ചത്. അതുപോലെ തന്നെ ഇത് ഒരു UDF അനുകൂല വോട്ടാണ് മുഴുവൻ എന്ന് ഞാൻ പറയുന്നില്ല. അതിൻ്റെ കാരണങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ ഇടതുപക്ഷം തോറ്റതിന് പ്രധാനപ്പെട്ട 2 കാരണങ്ങളാണ്. ഒന്ന്, പിണറായി വിരുദ്ധത. ഇതാണ് ഏറ്റവും വലിയ കാരണം. അക്രോസ് ദ ബോർഡ് ആൾക്കാർ ഇടതുപക്ഷത്തിനെതിരെ വോട്ട് ചെയ്തതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം പിണറായി വിരുദ്ധതയാണ്. 1. 2, മൈനോറിറ്റി കൺസോളിഡേഷൻ അഥവാ ന്യൂനപക്ഷ ഏകീകരണം. അപ്പോൾ ഈ 2 കാര്യങ്ങളും ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് സ്ട്രക്ചറലായിട്ട് 2നെ കുറിച്ചും ചിന്തിക്കാം. ഈ പിണറായി വിരുദ്ധത എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അതാണ് മൊത്തത്തിൽ അലയടിച്ച് എല്ലാ തരം ജാതി മത ഭേദമന്യേ ആൾക്കാർ പിണറായി വിജയനെതിരെ വോട്ട് ചെയ്തിട്ടുണ്ട്, വ്യക്തമായിട്ട് വോട്ട് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത്രയും ഇൻഫ്രാസ്ട്രക്ചർ എന്ന് വെച്ചാൽ ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ, റോഡും മറ്റും മറിച്ചതൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാർ ഇത്രയും വലിയൊരു എഗെയിൻസ്റ്റ് ആയിട്ടുള്ളൊരു മാൻഡേറ്റ് കൊടുക്കില്ല. അതിൽ LDFൻ്റെ ആൾക്കാർ ഇപ്പോഴും മനസ്സിലാക്കാത്തൊരു കാര്യം, പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ ഒരു മറയില്ലാത്ത വ്യക്തിയാണ്, അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉള്ള കാര്യങ്ങൾ അതുപോലെ പുറത്ത് കാണിക്കുന്ന ആളാണ് എന്നൊക്കെയാണ് പറയുന്നത്. രേവന്ത് റെഡ്ഡി വന്നിട്ട് നമ്മുടെ പിണറായി സാറിനെ പോ മോനെ ദിനേശ എന്ന് വിളിച്ചപ്പോൾ ഡാഷ് മോനെ രേവന്ത മറുപടി വരുന്നുണ്ട് എന്ന് പറഞ്ഞതൊക്കെ ഓക്കെയാണ്. അത് ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടല്ലേ അങ്ങോട്ട് പറഞ്ഞത് എന്നൊക്കെയാണ് പറയുന്നത്. അതായത് ഈ ഇങ്ങോട്ട് പറയുമ്പോൾ അങ്ങോട്ട് പറയുക എന്ന് പറയാനായിട്ട് ഇദ്ദേഹം ഒരു സ്കൂളിലെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ഗുണ്ടാ സംഘത്തിൻ്റെ നേതാവോ അല്ലെങ്കിൽ എന്താ പറയുക, ഒരു നമ്മൾ പറമ്പിൽ ക്രിക്കറ്റൊക്കെ കളിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറയുന്ന ഓരോ സംഘങ്ങളുടെ നേതാവോ ഒന്നും അല്ല. ഇദ്ദേഹം 81 വയസ്സുള്ള കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആണ് എന്നുള്ള ബോധം പോലും ഇല്ലാത്ത രീതിയിൽ ഇവന്മാർ താഴോട്ട് വന്നുപോയി. പക്ഷേ എല്ലാ ജനങ്ങളും ആ ബോധം ഉണ്ടെന്നാണ് ഇവർ വിചാരിച്ചത്. മനസ്സിലായോ? അതാണ് ഇവർ സംഭവിക്കുന്ന തെറ്റ്. അതായത് പിണറായി വിജയനെ ഇങ്ങോട്ട് രേവന്ത് റെഡ്ഡി അത് പറഞ്ഞല്ലേ, അതുകൊണ്ട് അങ്ങോട്ട് വിളിക്കാമല്ലോ എന്നുള്ള ഇവരുടെ അഭിപ്രായം എല്ലാ ജനങ്ങൾക്കും കോമൺ ആയിട്ടുണ്ട് എന്ന് ഇവർ തെറ്റിദ്ധരിച്ചു. ജി സുധാകരൻ അമ്പലപ്പുഴയിൽ പാർട്ടി വിട്ടു പോയപ്പോൾ പാർട്ടിയെ ചതിച്ചു, ഞങ്ങളെ ചതിച്ചു എന്നുള്ള വിചാരം ജനങ്ങൾക്കും എല്ലാവർക്കും ഞങ്ങളെ ചതിച്ചു എന്നുള്ള വിചാരം ഉണ്ടെന്ന് ഇവർ വിചാരിച്ചു. ഇല്ല, ഈ വിചാരമൊക്കെ നിങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്ന മാത്രം വിചാരമാണ്. നിങ്ങളുടെ പാർട്ടി കമ്മിറ്റികളിൽ വരുന്ന ഒരു വിഭാഗം ആൾക്കാർക്ക് മാത്രമുള്ള വിചാരമാണ്. നിങ്ങളുടെ പാർട്ടി കമ്മിറ്റികളിലുള്ള ആൾക്കാർ ഒരുപാട് പേര് തന്നെ ഇടതുപക്ഷത്തിൻ്റെ ആൾക്കാരെ എനിക്കറിയാം. ഇടതുപക്ഷം എന്ന് പറഞ്ഞിട്ട് UDFന് പോയി വോട്ട് ചെയ്ത ആൾക്കാരെ എനിക്കറിയാം. നിങ്ങളോടുള്ള ദേഷ്യമുള്ള ഒരുപാടുള്ള ആൾക്കാർ. അപ്പോൾ ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. എസ്പെഷ്യലി എനിക്ക് പറയാനുള്ളത്, പിണറായി വിജയൻ ഇത്രയൊക്കെ ചെയ്തില്ലേ, എന്നിട്ടും പിണറായിക്കെതിരെ വോട്ട് ചെയ്ത എന്താ എന്ന് ഇപ്പോഴും സംശയമുള്ള ആൾക്കാരോടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്കുള്ള വിചാരം അക്രോസ് ദ ബോർഡ് ആൾക്കാർക്കില്ല. ഇനി ആൾക്കാരത് മനസ്സിലാക്കും എന്നാണ് നിങ്ങൾ പറഞ്ഞത്. അവിടെ വരുന്നൊരു പ്രശ്നവും ഞാൻ പറഞ്ഞുതരാം. ഒരു ജനാധിപത്യത്തിൽ ഏതൊരു ഭരണാധികാരിയും അപ്രോച്ചബിൾ ആണ് എന്നുള്ള തോന്നൽ ജനങ്ങൾക്ക് വേണം. ജനാധിപത്യത്തിൻ്റെ ബേസിക് സ്ട്രക്ചർ തന്നെ ഒരു ഗ്രാമത്തിൽ ഗ്രാമസഭയിൽ നിന്ന് ബ്ലോക്ക്, പിന്നെ ജില്ലാ പഞ്ചായത്ത്, അങ്ങനെ മേളിലോട്ടാണല്ലോ പോകുന്നത് അതിൻ്റെ റെപ്രസെൻറ്റേഷൻ. പിന്നെ
നമ്മുടെ നിയമസഭ, ലോക്സഭ, രാജ്യസഭ അങ്ങനെ ആണ് പോകുന്നത്. ഇതിൻ്റെ ഉദ്ദേശം തന്നെ ആൾക്കാർക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇദ്ദേഹത്തിൻ്റെ പൊതുവായിട്ടുള്ള ഈ സ്റ്റേജിലും മറ്റാൾക്കാരോടും അന്നത്തെ വേജസ് മേടിക്കാനായിട്ട് മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാർ അവരോട് കാണിക്കുന്ന സ്വഭാവം കൊണ്ട് തന്നെ ആൾക്കാർക്ക് ഇദ്ദേഹത്തിൻ്റെ ശിങ്കിടികളും അപ്രോച്ചബിൾ ആണെന്നൊരു തോന്നലേ ഇല്ല. അതാണ് ഇദ്ദേഹത്തിന് ഈ മൈൻഡ് സെറ്റ് ഉണ്ട് എന്നുള്ളതല്ല ഏറ്റവും വലിയ പ്രശ്നം. ഇദ്ദേഹത്തിൻ്റെ ശിങ്കിടികളിലോട്ടും ഈ മൈൻഡ് സെറ്റ് ബ്രെയിൻ വാഷ് ചെയ്ത് ഇറക്കപ്പെടുകയാണ്. അതുകൊണ്ടാണ് ഈ രേവന്ത് റെഡ്ഡിയെ പറഞ്ഞതും മറ്റുള്ള കാര്യങ്ങളൊക്കെ ന്യായീകരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളവരെ എങ്ങനെ അപ്രോച്ച് ചെയ്യും സാധാരണ ജനങ്ങൾ? ഇദ്ദേഹം ഒരു അപ്രോച്ചബിൾ അല്ല. ആ മൈക്ക് ഉണ്ടല്ലോ, മൈക്ക് ഓപ്പറേറ്റർ, പുള്ളി സംസാരിക്കുമ്പോൾ ഹൗളിംഗ് ഉണ്ടായ മൈക്ക് ഓപ്പറേറ്റർ, സംസാരിക്കുമ്പോൾ ഹൗളിംഗ് ഉണ്ടായ മൈക്രോ ഓപ്പറേറ്റർക്കെതിരെ പോലീസ് കേസെടുത്ത് നിങ്ങൾ ആലോചിക്കണം. അത്രയും ഗ്രേവ് ആയിട്ടുള്ള ഒഫൻസസ് ആണ് അദ്ദേഹത്തിനെതിരെ ചുമത്തിയത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പോൾ എന്താ പറയുക, ഒരു ഒട്ടും നമുക്കൊന്നും അപ്രോച്ചബിൾ ആയിട്ടുള്ള അല്ലാത്ത ആളാന്ന് തോന്നുമ്പോൾ ഇത്രയും വലിയൊരു ദേഷ്യം സ്വാഭാവികമായിട്ട് വരും. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് പയ്യന്നൂർ പോലുള്ള ഒരു കാലത്തും ഇളകാത്ത പാർട്ടിയുടെ കോട്ടകൾ ഇളകിപ്പോയത്. അതുകൊണ്ടാണ് നമ്മുടെ തൃക്കരിപ്പൂർ ഇളകിപ്പോയത്. അതുകൊണ്ടാണ്. അപ്പോൾ ആ തെറ്റ് മനസ്സിലാക്കാതെ ഇതിനെല്ലാം കുട പിടിച്ചാൽ പിന്നെയും പ്രതിപക്ഷ നേതാവാക്കിയിട്ട് നിങ്ങൾ കൊണ്ടുവരുമ്പോൾ ജനങ്ങൾക്ക് നിങ്ങൾ കൊടുക്കുന്ന മെസ്സേജ് എന്താ? ഒരു റിലേഷൻഷിപ്പിൽ ഒരു ടോക്സിക് ബോയ് ഫ്രണ്ടോ ഗേൾ ഫ്രണ്ടോ പറയുന്ന പോലെ ഞങ്ങളാണ് ശരി, അത് നിങ്ങൾക്ക് പിന്നെ മനസ്സിലാവും എന്ന് പറയുന്ന പോലെ ജനങ്ങളെ ട്രീറ്റ് ചെയ്യുന്നതുകൊണ്ടുള്ള പ്രശ്നമാണിത്. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക്കലി പിണറായി വിജയനെതിരെ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിനെതിരെ ആൾക്കാർക്ക് തോന്നിയ ഇഷ്യൂ. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആൾക്കാർ കടൽ പോലെ വന്ന് വോട്ട് ചെയ്തതാണ്. ഇനിയാണ് രണ്ടാമത്തെ ഇഷ്യൂ ആണ് നമ്മുടെ മൈനോറിറ്റി കൺസോളിഡേഷൻ. മൈനോറിറ്റി കൺസോളിഡേഷനെ കുറിച്ച് പറയണമെങ്കിൽ കുറച്ച് നമ്മൾ കേരളത്തിനെക്കുറിച്ചുള്ള കുറച്ച് മിത്തുകൾ ഒന്ന് പൊളിക്കണം. ആ മിത്തുകൾ പൊളിക്കണമെങ്കിൽ നമുക്ക് ഈ UDF LDF സെറ്റപ്പ് അതിനെ കുറച്ച് കാലഘട്ടങ്ങളുടെ വ്യത്യാസത്തിൽ നമ്മൾ കാണും. കാലഘട്ടങ്ങളുടെ വ്യത്യാസത്തിൽ കാണണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു 2014 എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു വർഷമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ, അല്ലേ? മോദി, ദ ടൈം ഓഫ് മോദി. അതിന് മുമ്പുള്ള കേരളത്തിലെ രാഷ്ട്രീയവും അതിന് ശേഷമുള്ളത് ഒരു 2024 വരെയുള്ളതും ആയിട്ട് നമ്മൾ ഇതിനെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ 2014 മോഡി അധികാരമാക്കുന്നതിന് മുമ്പ് നമുക്കറിയാം ഇവിടെ UDF LDF എന്നുള്ള ഒരു സംവിധാനമേ ഉള്ളൂ. അല്ല, BJP അതൊക്കെ ഉണ്ട്, പക്ഷേ ഈ 2014 ശേഷമുള്ള രൂപത്തിലില്ല. അപ്പോൾ ഈ UDFനും LDFനും ഞാൻ 1997 ജനിച്ച ആളാണ്. എൻ്റെ എന്തോ ഒരു പ്രത്യേകത കൊണ്ട് എനിക്കൊരു 5ാം ക്ലാസ് 6ാം ക്ലാസ് തൊട്ട് തന്നെ രാഷ്ട്രീയം വളരെ വ്യക്തമായിട്ട് പഠിക്കുന്നൊരു സ്വഭാവമുണ്ട്. അപ്പോൾ അന്ന് ഞാൻ ഭയങ്കര ഇടതുപക്ഷ അനുകൂലിയായിരുന്നു. എന്ന് പറഞ്ഞാൽ സ്കൂളിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ അതൊക്കെ വിട്ടു, അത് വേറെ കാര്യം. അപ്പോൾ ഈ 2014 മുമ്പുള്ള UDF LDFൻ്റെ വോട്ട് ചെയ്യുന്ന ആൾക്കാരുടെ കോൺസ്റ്റിറ്റ്യുവൻസ് നമ്മളെടുത്ത് നോക്കണം. നമ്മളിപ്പോൾ കേരളത്തിൽ ആരും ജാതിയും അതൊന്നും നോക്കാതെ വോട്ട് ചെയ്യും ബ്രോ എന്നൊക്കെ പറയുന്ന ഒരു മിത്താണ്. ആ മിത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ UDFൽ മലബാർ ഭാഗത്തു നിന്നുള്ള മുസ്ലിം ലീഗിൻ്റെയും മധ്യ തിരുവിതാംകൂർ ഭാഗത്തു നിന്നുള്ള കേരള കോൺഗ്രസ് ഇവർ ഒരു പ്രമുഖമായ സാമുദായിക ഗ്രൂപ്പിനെ തുറന്നു പറയാമല്ലോ. മുസ്ലിം ലീഗ് മലപ്പുറത്തെ മുസ്ലിംസ്, മലപ്പുറം, കോഴിക്കോട് അങ്ങനെ മലബാർ മേഖലയിലുള്ള മുസ്ലിം ഗ്രൂപ്പുകളെയും കേരള കോൺഗ്രസ് മധ്യ തിരുവിതാംകൂർ മേഖലയുള്ള കോട്ടയിടിക്ക് പോലുള്ള മേഖലയുള്ള ക്രിസ്ത്യൻ ഗ്രൂപ്പുകളെയും വളരെ നന്നായിട്ട് പ്രതിനിധീകരിക്കുന്ന ഗ്രൂപ്പുകൾ. ഇവരെ UDF ഒരു കോട്ട പോലെ അവരുടെ ഭാഗത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. LDFലാണെങ്കിൽ ബാക്കിയുള്ളവർ നിങ്ങൾക്ക് വിചാരിക്കാം. പക്ഷേ LDFൻ്റെ വോട്ട് ബാങ്കായിട്ട് ഏറ്റവും കൂടുതൽ അതൊരു ഓർഗനൈസ്ഡ് ആയിട്ടില്ല. ഞങ്ങൾ ഈ ജാതി ഗ്രൂപ്പാണ്, ഞങ്ങൾ LDFന് വോട്ട് ചെയ്യും എന്ന് പറഞ്ഞ് വോട്ട് ചെയ്യുന്നവരല്ല. അവർ യഥാർത്ഥത്തിൽ സെക്യുലറാണ്. കേരളത്തിൽ ഞാൻ പറയാം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ സെക്യുലറായിട്ട് ചിന്തിച്ചിട്ടുള്ള ഏറ്റവും കൂടുതൽ പേഴ്സൻറ്റേജ് ഉള്ള വിഭാഗം ഈഴവ വിഭാഗമാണ്. ഈഴവ വിഭാഗത്തിൻ്റെ കയ്യിൽ നിന്നാണ് ഞാൻ ഇപ്പോഴും അടിച്ചു പറയാം, കേരളത്തിൽ സെക്യുലറിസം ഇത്രയും നാൾ നിലനിന്നതിൻ്റെ ഏറ്റവും 80% മാർക്കും നമ്മൾ കൊടുക്കേണ്ടത് SNDP അല്ല, ഈഴവ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ്. അവരാണ് ഏറ്റവും സെക്യുലർ, വിത്തൗട്ട് എ ഡൗട്ട് ഞാൻ പറയാം. കാരണം ഈ 2014 മുമ്പുള്ള ഈ ഇക്വേഷനിൽ UDFൻ്റെ കൂടെ മുസ്ലിം ലീഗും ഇവരുണ്ടല്ലോ, ഞങ്ങളൊരു ഈഴവ പാർട്ടി അല്ലെങ്കിൽ ഞങ്ങളൊരു ഹിന്ദു പാർട്ടി ഉണ്ടാക്കി പോകണം എന്ന് അവർ BDJs ഒക്കെ പിന്നെ വന്നതാണ്.
മുസ്ലിം ലീഗൊക്കെ വന്നുകൊണ്ട് വന്നതാണ് എന്നവർ കുറേ നാൾ മുമ്പേ ചിന്തിച്ചിരുന്നെങ്കിൽ 80കളുടെ തുടക്കം തൊട്ടേ കേരളത്തിൽ ഇപ്പുറത്തൊരു മത ബ്ലോക്ക് ഉണ്ടായനെ. പകരം എന്ത് ചെയ്തു? അവർ CPM-ൻ്റെ കൂടെ ഉറച്ചു നിന്നു, LDF-ൻ്റെ കൂടെ ഉറച്ചു നിന്നു അത്രയും നാൾ. ഇതൊക്കെ നമ്മൾ കാണുന്നതല്ലേ ഇതൊക്കെ. മുസ്ലിം ലീഗും ഇവരൊന്നും കേരളത്തിൽ വലിയ സ്വാധീനം ചെലുത്താനും ഭരിക്കാനും തുടങ്ങിയിട്ട് ഇന്നോ ഇന്നലെ തുടങ്ങിയൊന്നുമല്ല. BJP തുടങ്ങിയതിന് മുമ്പ് തുടങ്ങിയതല്ല, BJP ഒക്കെ തുടങ്ങുന്നതിന് മുമ്പേ അവരുണ്ട്. അപ്പോൾ ഓക്കെ, അപ്പോൾ ആ സമയത്ത് അങ്ങനെയായിരുന്നു. 2014 മോഡി വന്നതിന് ശേഷം എന്ത് സംഭവിച്ചു? മോഡി വന്നതിന് ശേഷം കേരളത്തിൽ ഒബ്വിയസ്ലി 2016 ഇലക്ഷനിൽ UDF-നെതിരെ ഒരു ആൻറ്റി ഇൻകംബൻസി ഉണ്ടായിരുന്നു. അപ്പോൾ പിണറായി വിജയൻ എന്ന് പറഞ്ഞ വ്യക്തി പണ്ട് തന്നെ PDP-യൊക്കെ സ്റ്റേജിൽ കൂട്ടിയിരുത്തി, മദനിയൊക്കെ കൂട്ടിയിരുത്തി ഒരു ഐക്യദാർഢ്യം ന്യൂനപക്ഷ വിഭാഗങ്ങളോട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ BJP-യുടെ വരവ് അതിനെ എതിർത്ത് നിൽക്കാൻ പറ്റും എന്നുള്ള വിശ്വാസത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടെ കൂടുകയാണ് ഈ പറഞ്ഞ UDF-ൻ്റെ കൂടെ ഉണ്ടായിരുന്ന വലിയൊരു വിഭാഗം സംഭവിച്ചത്. മുസ്ലിം ലീഗും കേരള കോൺഗ്രസും ഒക്കെ അപ്പോഴും അതിൻ്റെയൊക്കെ ഒരു സ്വഭാവമുള്ള വോട്ടുകൾ UDF-ൽ വലിയ തോതിൽ ഉണ്ടായിരുന്നെങ്കിലും വലിയ തോതിൽ ആ ന്യൂനപക്ഷ വോട്ടുകൾ 2016 ശേഷം പിണറായി വിജയൻ്റെ ക്യാമ്പിലുള്ള LDF-ലോട്ട് വരാനായിട്ട് തുടങ്ങി. മനസ്സിലായില്ലേ? അദ്ദേഹം BJP-ക്ക് വളരെ വലിയൊരു പ്രതിരോധം തീർക്കുമെന്നും അതിലൂടെ കേരളത്തിൽ BJP-യുടെ ഈ വളരുന്നത് തടയാൻ കഴിയുമെന്നുള്ള കാൽക്കുലേഷനിലാണ് ന്യൂനപക്ഷ സമുദായങ്ങളുടെ കൺസോളിഡേഷൻ LDF-ലോട്ട് പോയത്. അത് 2016 തുടങ്ങി ഈ 2024-25 ആ സമയം വരെ നിന്നു. ആ സമയത്ത് പോകാനുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഈ ഇപ്പോൾ പറയുന്നത് വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രതികരണം കാരണം LDF-ൽ നിന്ന് മുഴുവനായിട്ട് മുസ്ലിം ലീഗിൻ്റെ വോട്ട് മുസ്ലിംസിൻ്റെയും മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെയും വോട്ട് പോയി എന്നൊക്കെയാണ് പറയുന്നത്. അതിലൊരു പരിധി വരെ സത്യമുണ്ട്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ സ്ട്രോ ദാറ്റ് ബ്രോക്ക് ദ ക്യാമൽസ് നെക്ക് എന്ന് പറയും. അത് ഒട്ടകത്തിൻ്റെ കഴുത്തിൽ ഇങ്ങനെ ഒരുപാട് വൈക്കോൽ കൂന ഇങ്ങനെ വെച്ചിട്ട് അതിനെ താങ്ങാൻ പറ്റുന്നില്ല, അവസാനം ഒരെണ്ണം വെക്കും. ആ വെയിറ്റ് കാരണം അതിൻ്റെ കഴുത്തൊടിയും. അതാണ് ദ ലാസ്റ്റ് സ്ട്രോ ദാറ്റ് ബ്രോക്ക് ദ ക്യാമൽസ് നെക്ക് എന്നുള്ള രീതിക്കാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രതികരണത്തിനെ നമ്മൾ കാണേണ്ടത്. അതായത് ഈ മുസ്ലിം വിരുദ്ധ മലപ്പുറ വിരുദ്ധ പ്രതികരണങ്ങളെ നമ്മൾ നോക്കിക്കാണേണ്ടത്. അതിൽ റൈറ്റ്ഫുള്ളി സോ ആ കമ്മ്യൂണിറ്റിക്ക് ദേഷ്യം വരാനുള്ള എല്ലാ അർഹതയുണ്ട്. പക്ഷെ ഞാൻ ഇത് പറയാം, കേരളത്തിൽ സെക്യുലർ വോട്ടാണ് ഇത്രയും നാളെന്നുള്ള മിത്ത് ഞാൻ പൊളിച്ചു തരികയാണേ. അപ്പോൾ 2024 വരെ അങ്ങനെ പിണറായി വിജയൻ്റെ കൂടെ നിൽക്കുന്ന വോട്ടുകൾ ഈ LDF എടുക്കുന്ന നിലപാട് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ പരസ്യമായി പറയുന്നു, മുസ്ലിം പ്രീണനത്തിനെതിരെ പരസ്യമായി പറയുന്നു, വെള്ളാപ്പള്ളി നടേശനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും അവർ വന്ന സ്ഥലം ഇവിടുന്ന അവർ വന്ന സ്ഥലത്തോട്ട് തിരിച്ചു പോയിട്ടാണ് 2026 വീണ്ടും UDF അധികാരത്തിൽ വന്നത്. അല്ലാതെ ഇവിടെ ഒരു പുതിയ യുഗമൊന്നും സംഭവിച്ചിട്ടില്ല. അവരെവിടെയായിരുന്നു ഉണ്ടായിരുന്നത്? അങ്ങോട്ട് തന്നെ അവർ തിരിച്ചുപോയി. അതിൻ്റെ കാരണം 2014 ഡിസ്റപ്റ്റർ, മോഡിയായിരുന്നു ആക്ച്വലി ഡിസ്റപ്റ്റർ. അത് കാരണം 2016 അങ്ങോട്ട് പോയത് 2026 തിരിച്ചു വന്നു. മുസ്ലിം ലീഗിൻ്റെ ബ്ലോക്ക് വോട്ടുകൾ, മധ്യ തിരുവിതാംകൂറിലെ ക്രിസ്ത്യൻ വോട്ടുകൾ ഇത് തിരിച്ചു വന്നു. അപ്പോൾ നിങ്ങൾ ചോദിക്കും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മാത്രമാണോ വോട്ട് ചെയ്തത്? അല്ല, ബാക്കിയുള്ള എല്ലാ മതങ്ങളിലും മുസ്ലിംസിലും ക്രിസ്ത്യൻസിലും ഹിന്ദുസിലും ഉള്ള സെക്യുലർ ആയിട്ടുള്ള വോട്ടുകളും പിണറായി വിരുദ്ധത കാരണം, ഒന്നാമത്തെ കാരണം LDF-നെതിരെ അടിച്ചു. ഇതെല്ലാം കൂടെ കൂടിയിട്ടാണ് LDF തോറ്റത്. അപ്പോൾ നിങ്ങൾ വേറൊരു കാര്യം ചിന്തിക്കും, ഈ മുസ്ലിം അല്ലെങ്കിൽ മറ്റ് ന്യൂനപക്ഷ വോട്ടാണ് മെയിനായിട്ട് പോയത്. തിരിച്ച് LDF-ലോട്ട് പോയതിൻ്റെ കാരണം പിണറായി വിജയൻ വെള്ളാപ്പള്ളിയെ പ്രീണിപ്പിച്ചിട്ടല്ലേ? അല്ലെങ്കിൽ ഗോവിന്ദൻ മാസ്റ്റർ നാഴിക്ക് 40 വട്ടം വന്നിട്ട് ജമാഅത്തെ ഇസ്ലാമിയെ കുറ്റം പറഞ്ഞിട്ടല്ലേ? അത് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു നിങ്ങൾ ചിന്തിക്കും. അവിടെയാണ് LDF-ൻ്റെ സ്വിംഗ് പൊളിറ്റിക്സ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. LDF എല്ലാ കാലത്തും പുറമെ കേരളം സെക്യുലറായിട്ട് വോട്ട് ചെയ്യുന്നു, മതജാതി ചിന്തകൾക്ക് അതീതമായി വോട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവരുടെ ഉള്ളിലെ സോഷ്യൽ എഞ്ചിനീയറിംഗിലും അവർക്ക് വളരെ വലിയൊരു സംഘടനാ സംവിധാനമുണ്ട്. കേരളത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലോട്ടും വേരുകൾ ആഴ്ന്നിറങ്ങുന്ന തരത്തിലുള്ള ബൂത്ത് കമ്മിറ്റികളും ലോക്കൽ കമ്മിറ്റികളും സംഘടനാ സംവിധാനങ്ങളുമുണ്ട്. ഇത് വെച്ച് അവർ വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. LDF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ വോട്ടുകൾ സാമുദായികമായിട്ട് സ്വിങ് ചെയ്യുന്നുണ്ട് എന്നവർക്ക് വ്യക്തമായിട്ട് അറിയാം. അവരുടെ കോർ വോട്ട് ബേസ് ഏതാണെന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയാം. ഈ കോർ വോട്ട് ബേസ് 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അതിൽ കോട്ടം തട്ടുന്നുണ്ട് എന്ന് അവർക്ക് ആലപ്പുഴ ജില്ലയുടെ തെക്കൻ ഭാഗങ്ങളും കൊല്ലം ജില്ലയിലെ പല മണ്ഡലങ്ങളും വീക്ഷിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി ഈ കോർ വോട്ട് ബേസ് മാറും. തൃശ്ശൂരിലെ ചില മണ്ഡലങ്ങളും വ്യക്തമായിട്ട് പറഞ്ഞാൽ കേരളത്തിലെ സെക്യുലറിസം
നിലനിർത്താൻ വേണ്ടി ഏറ്റവും കൂടുതൽ അതിന് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള കമ്മ്യൂണിറ്റി ആയിട്ടുള്ള ഈഴവ കമ്മ്യൂണിറ്റി അതിൽ ചാഞ്ചാട്ടം വരുന്നുണ്ട് എന്നവർക്ക് ഈ 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പും കഴിഞ്ഞ വർഷം നടന്ന തദ്ദേശ തിരഞ്ഞെടുപ്പും പ്രത്യേകിച്ച് ഞാൻ ഈ പറഞ്ഞ മേഖലകളിൽ കൊല്ലം, ആലപ്പുഴ, തൃശ്ശൂർ മേഖലകളിൽ അവർക്ക് ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായി. അതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു? അവർ ഒബ്വിയസ്ലി മുസ്ലിം ലീഗിനെയും ജമാഅത്തെ ഇസ്ലാമിയും അവരെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അവരെ അറ്റാക്ക് ചെയ്തപ്പോൾ എന്താ, ഈ ഈഴവ വോട്ട് ബേസും ബാക്കിയുള്ള ഭൂരിപക്ഷ മതങ്ങളുടെ വോട്ട് ബേസും ബാക്കിയുള്ള ക്രിസ്ത്യൻ മതങ്ങളിലെ വോട്ടുകളൊക്കെ തിരിച്ചു വരും എന്നുള്ള കാൽക്കുലേഷനിലാണ് അവരെ അറ്റാക്ക് ചെയ്തത്. സോഫ്റ്റ് ഹിന്ദുത്വം എടുത്തു എന്ന് തന്നെ പറയേണ്ടി വരും. LDF സോഫ്റ്റ് ഹിന്ദുത്വം അപ്രോച്ച് തന്നെ എടുത്തു എന്നുള്ള രീതിയിലാണ് അവരതിനെ അപ്രോച്ച് ചെയ്തത്. പക്ഷെ സംഭവിച്ചത് അവരുടെ കാൽക്കുലേഷൻ തെറ്റിപ്പോയി. അതിൻ്റെയൊക്കെ അപ്പുറത്ത്, അതിനെയൊക്കെ ജാതിമത ചിന്തകളുടെ തിങ്കിങ്ങിൻ്റെ അപ്പുറത്തോട്ട് ഈ പറഞ്ഞ കമ്മ്യൂണിറ്റികളൊക്കെ LDFനെതിരായിട്ട് വോട്ട് ചെയ്തു. അതെന്താ? അവർക്ക് സെക്യുലർ നേച്ചർ ഉള്ളതുകൊണ്ടാണ്. അവർ സെക്യുലർ നേച്ചർ അല്ലെങ്കിൽ LDF ജമാഅത്തെ ഇസ്ലാമിയെ തെരുവിളിച്ചല്ലോ, LDF ഇവരെ തെരുവിളിച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോയി കുത്താം ഇല്ല. പക്ഷേ അപ്പോഴും ഇപ്പം സംഭവിച്ചു നോക്കൂ, ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയത് കുഞ്ഞാലിക്കുട്ടിക്കാണ്. ഏറ്റവും കൂടിയ ഭൂരിപക്ഷങ്ങളുള്ള മേഖല കേരളത്തിന് ഇങ്ങനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ മലപ്പുറം ഭാഗത്ത് മുസ്ലിം ലീഗിന് സ്ട്രെങ്ത് ഉള്ള ഭാഗത്താണ് കേരളത്തിന് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ഉള്ളത്. അതായത് ആ ഭാഗങ്ങളിൽ വ്യക്തമായി മൈനോറിറ്റി കൺസോൾട്ടേഷൻ നടന്നു. അതിനകത്ത് യാതൊരു സംശയവുമില്ല. കേരളത്തിൻ്റെ സെക്യുലറിസത്തിനെ ഏറ്റവും വീക്കായിട്ട് അപ്രോച്ച് ചെയ്യുന്നത് മുസ്ലിം ലീഗാണ്. മനസ്സിലായില്ലേ? സെക്യുലറിസം എന്ന് പറഞ്ഞ സാധനം നിങ്ങളുടെ ഉള്ളിൽ പണ്ടേ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ വേറൊരു സത്വമായിട്ട് ഞങ്ങൾ മുസ്ലിം പാർട്ടി എന്ന് പറഞ്ഞിട്ട് BJP ഒന്നും ഇവിടെ ഇല്ലാത്ത സമയത്തല്ലേ മുസ്ലിം ലീഗ് രൂപീകരിച്ചത്? BJPക്ക് ഒന്നും ഇവിടെ ഒരു സ്വാധീനം ഇല്ലാത്ത സമയത്തല്ലേ മുസ്ലിം ലീഗ് രൂപീകരിച്ചത്? ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രം ഉണ്ടായിരുന്ന, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും മാത്രം ഉണ്ടായിരുന്ന സമയത്തല്ലേ മുസ്ലിം ലീഗ് രൂപീകരിച്ചത്? അപ്പോൾ ആ സമയത്ത് ഞങ്ങൾക്കൊരു സത്വമുണ്ട് എന്ന് പറഞ്ഞ് രൂപീകരിച്ച് പോയ ആൾക്കാർ തന്നെ തിരിച്ച് സെക്യുലർ അല്ലാത്ത രീതിയിൽ വോട്ട് ചെയ്തു. മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യുന്ന സെക്യുലർ അല്ലാത്ത രീതിയിലാണ് നമുക്ക് അറിയാം. അതിനകത്ത് അവരെന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ വയനാടിൽ വീട് വെച്ച് കൊടുത്തു, ജോയെ ജയിപ്പിച്ചു, അത് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ ഒരു ഹോഗ് വാഷ് മാത്രമാണ്. ഇതൊക്കെ ജസ്റ്റ് ഒരു 99 കാര്യം ഇങ്ങനെ ചെയ്തിട്ട് ഒരു കാര്യം ഇങ്ങനെ ചെയ്ത് കാണില്ല, അത്രേ ഉള്ളൂ. അപ്പോൾ ആ രീതിയിൽ സെക്യുലർ വോട്ടൊന്നും അല്ല. എസ്പെഷ്യലി കേരളത്തിൻ്റെ മലബാർ ഭാഗത്ത് മുസ്ലിം ലീഗിൻ്റെ ആ സ്ഥലങ്ങളിലും LDF ഹിന്ദു ക്രിസ്ത്യൻ സമുദായങ്ങൾക്ക് അനുകൂലമായിട്ട് ചിന്തിക്കുന്നു എന്ന് കണ്ടപ്പോൾ തിരിച്ചു വന്ന വോട്ടുകൾ മാത്രമാണ്. അപ്പോൾ ഈ കേരളത്തിൽ സെക്യുലർ വോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ചില വിഭാഗങ്ങൾ മാത്രമാണ് സെക്യുലറായിട്ട് വോട്ട് ചെയ്യുന്നത്. ചില വിഭാഗങ്ങൾ എംബ്ലോക്കായിട്ട് അങ്ങോട്ടും കൺസോളിഡേറ്റ് ചെയ്ത് വോട്ട് ചെയ്യുന്ന എന്നുള്ള കാര്യം ഈ തെരഞ്ഞെടുപ്പോടുകൂടി വ്യക്തമായി. അപ്പോൾ ഈ ഒരു കാര്യമാണ് നമ്മൾ അതിനകത്ത് പൊളിക്കേണ്ടത്. ഇതിനകത്ത് LDFൻ്റെ ഇത് മാത്രം VD സതീശനെ നോക്കി വോട്ട് ചെയ്തു അങ്ങനെയൊന്നുമില്ല. LDFനെ മാത്രം നോക്കി വോട്ട് ചെയ്തൊന്നും അല്ല ഇത്. കാരണം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? നിങ്ങൾ ഫേസ്ബുക്കിൽ പോയിട്ട് റാൻഡമായിട്ട് സ്ക്രോൾ ചെയ്യുക, അല്ലെങ്കിൽ യൂട്യൂബിൽ പോയിട്ട് റാൻഡമായിട്ട് സ്ക്രോൾ ചെയ്യുക. LDFുമായിട്ട് ബന്ധപ്പെട്ട തോറ്റ വാർത്തകളിൽ മുസ്ലിം ലീഗിലെ ആൾക്കാർ പോലും അല്ല, LDFലെ തന്നെ ന്യൂനപക്ഷ കമ്മ്യൂണിറ്റികൾ പറയുന്നത് ഇതിൻ്റെ എല്ലാം കാരണം വെള്ളാപ്പള്ളി വാ തുറന്നുകൊണ്ടാണ്. മനസ്സിലായില്ല? അതായത് മുനമ്പത്ത് ഒരുപാട് പുളിമുട്ടിട്ടതോ, ഇടതുപക്ഷക്കാർ പറയുന്ന പോലെ റോഡ് നിർമ്മിച്ചതോ, വയനാട്ടിൽ നമ്മുടെ ടൗൺഷിപ്പ് നിർമ്മിച്ചതോ അതൊന്നും കാണാതെ ഞങ്ങൾ LDFനെതിരെ വോട്ട് ചെയ്തത് വെള്ളാപ്പള്ളി നടേശൻ വാ തുറന്നുകൊണ്ടാണ്. അതായത് വെള്ളാപ്പള്ളി നടേശൻ വാ തുറന്നാൽ പൊളിയുന്ന സെക്യുലറിസമാണ് ഇവർക്കെങ്കിൽ KM ഷാജി വാ തുറന്നപ്പോഴും ഒരുപാട് സമയത്ത് ഇവർ വാ തുറന്നപ്പോഴും ഇതിനൊക്കെ മുമ്പ് 1946 ഇവർ മുസ്ലിം ലീഗിൻ്റെ ഒറിജിനൽ ഫോമായിട്ടുള്ള മുസ്ലിം ലീഗ് എന്നുവെച്ചാൽ ഇന്ത്യൻ യൂണിയൻ അല്ല, വെറും മുസ്ലിം ലീഗ് 10 അണയ്ക്ക് കത്തി വാങ്ങി കുത്തി വാങ്ങും പാകിസ്ഥാൻ എന്ന് പറഞ്ഞത് അത്ര വയോവൃദ്ധനായിട്ടുള്ള മലപ്പുറത്തെ സഖാവ് പാലോളി മുഹമ്മദ് കുട്ടിയാണ്. അപ്പോഴൊന്നും തകരാത്ത സെക്യുലറിസം 2026 വന്ന് വെള്ളാപ്പള്ളി പറഞ്ഞപ്പോൾ തകർന്നു എന്ന് പറഞ്ഞ രീതിയിൽ വോട്ട് ചെയ്തിട്ടുള്ളത് അത് ജാതീയമായിട്ട് മതപരമായിട്ട് വോട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ആ സെക്യുലറായിട്ട് വോട്ട് എന്നുള്ള കോമഡി ആരും ദയവ് പറയാതിരിക്കുക. പറഞ്ഞ് കാടികർ എവിടെ പോയി. പക്ഷേ ഈ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞല്ലോ. ഒന്ന് CPMനകത്ത് പറ്റിയ മൂല്യച്യുതി, പിന്നെ CPM എടുത്ത് ഈ സ്വിംഗ് രാഷ്ട്രീയം. അതായത് ന്യൂനപക്ഷങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അങ്ങോട്ട് ചാഞ്ഞ് ഭൂരിപക്ഷത്തിന് കുറ്റം പറയും,
ഭൂരിപക്ഷങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അങ്ങോട്ട് ചാഞ്ഞ് ന്യൂനപക്ഷങ്ങളെ കുറ്റം പറയും. ഇങ്ങനെ ആടുന്നതിൻ്റെ ഇടയ്ക്ക് സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്താണെന്നറിയോ? ഇവിടെ ഒരു തേർഡ് പ്ലെയർ BJP വന്നു. അവർ കാര്യമായിട്ട് 3 സീറ്റ് പിടിച്ചു. ഇപ്പോൾ ഇവരെന്ത് ചെയ്യും? ഇപ്പോൾ ഇവർ പിന്നെ ന്യൂനപക്ഷ പ്രീണനത്തിലോട്ട് പോകും. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ നെറ്റിൽ പോയിട്ട് ഇന്നലെ SFIയുടെ പുള്ളി ഉണ്ടല്ലോ, ശിവപ്രസാദ്, പുള്ളി പറഞ്ഞെന്താന്ന് പോയി നോക്ക്. ന്യൂനപക്ഷ പ്രീണനം പിന്നെയും തുടങ്ങി. മനസ്സിലായോ? അപ്പോൾ ഈ സ്പേസിലോട്ട് എന്ത് വരും? ഈ സ്പേസിലോട്ട് തേർഡ് ഫ്രണ്ട് വരും. ഈ സ്പേസിലോട്ട് തേർഡ് ഫ്രണ്ട് വരുമ്പോൾ ഇത്രയും കാലം ഞങ്ങളാണല്ലോ ഇവിടുത്തെ സെക്യുലറിസം താങ്ങി പിടിച്ചത്, ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ബാധ്യത എന്ന് തോന്നുന്ന ആൾക്കാർക്ക് അത് താഴെയിടാൻ തോന്നും. ഒരു പോയിന്റിൽ ഒരു ത്രഷോൾഡ് കഴിയുമ്പോൾ അത് താഴെ പോകും. ആ ത്രഷോൾഡ് കഴിയുമ്പോൾ താഴെ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? അത് ലെഫ്റ്റിൻ്റെ, ഇടതുപക്ഷത്തിൻ്റെ കോർ വോട്ടർ ബേസിലോട്ടാണ് കയറുക. അപ്പോൾ ഈ കാര്യമാണ് ഇതിൽ ജാതി മതപരമായിട്ടുള്ള സമവാക്യം തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. കേരളത്തിലെ ജനങ്ങൾ നടക്കുന്ന വഴിയിലോ കൂടുന്ന കല്യാണങ്ങളിലോ കഴിക്കുന്ന ഭക്ഷണത്തിലോ ജാതി മതം കാണിക്കില്ല. പക്ഷേ ഉള്ളിൽ രൂഢമൂലമായിട്ടുള്ള പൊളിറ്റിക്സിൽ ആ ഡിവൈഡിൻ്റെ അനുസരിച്ചാണ് വോട്ട് ചെയ്തിരുന്നത്. അത് അന്നും അത് ഇന്നും. അതിൽ ഒരു ഭാഗത്തിന് ഇടതുപക്ഷത്തിൻ്റെ കളറുണ്ടായിരുന്നുകൊണ്ട് സെക്യുലറിസം അവിടെ നിന്നേ ഉള്ളൂ. പക്ഷെ അതെന്നും അങ്ങനെ നിൽക്കണമെന്നില്ല. അതിൽ ഇടതുപക്ഷത്തിന് വലിയൊരു പ്രശ്നമുണ്ട് അത് അഡ്രസ്സ് ചെയ്യുന്നതിൽ. ഇതിൻ്റെ ഒക്കെ അപ്പുറത്ത് ഇനി സെക്യുലർ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പൊളിറ്റിക്കലോ എക്കണോമിക്കലോ ആയിട്ടുള്ള കാര്യങ്ങളിലോട്ട് വന്നാൽ കേരളം ഒരു മധ്യവർഗ സമൂഹം, ഒരു മിഡിൽ ക്ലാസ് എക്കണോമി അതിലോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് വാങ്ങൽ ശേഷി, പർച്ചേസിങ് പവർ എന്ന് പറയും. പർച്ചേസിങ് പവർ, വാങ്ങൽ ശേഷി വളരെ കൂടിയൊരു സമൂഹത്തിലോട്ട് സഞ്ചരിക്കുകയാണ്. വളരെ പാവപ്പെട്ട കർഷക തൊഴിലാളി, ലോഡ് തൊഴിലാളി യൂണിയൻ, CITU, ഈ സമൂഹത്തിൽ നിന്നൊക്കെ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് ഒരുപാട് വിദ്യാർത്ഥികൾ പുറത്തു പോയിട്ട് ഇങ്ങോട്ട് പൈസ അയക്കുന്നു. അങ്ങനെയുള്ള രീതിയിൽ കേരളം ഒരു എക്കണോമിക്കലി അതിൻ്റെ സ്വഭാവം മാറുകയാണ്. അതൊരു എക്കണോമിക്കൽ മിഡിൽ ക്ലാസ്സിലോട്ട് പോവുകയാണ്. ആ മിഡിൽ ക്ലാസ്സിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഈ പഴയ വർഗരാഷ്ട്രീയവും മറ്റുള്ള കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ആ പുതിയതായിട്ട് വരുന്ന തലമുറയെ, ഞാൻ പറഞ്ഞ ഈ ജാതിമത രീതിയിലൊന്നും വോട്ട് ചെയ്യാതെ വളരെ ചെറിയൊരു ശതമാനം ഉണ്ടാവുമല്ലോ, എപ്പോഴും ഒരു 2%, 1% വോട്ടുകൾ ഉണ്ടാവും. അവരെ അഡ്രസ്സ് ചെയ്യാനും നിങ്ങൾക്ക് പറ്റുന്നില്ല. നിങ്ങളുടെ രാഷ്ട്രീയത്തിന് പറ്റുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. മധ്യവർഗത്തിൻ്റെ വളർച്ച എപ്പോഴും ഇടതുപക്ഷത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. പിന്നീട് ഇടതുപക്ഷം റിസർച്ച് ചെയ്യും. അത് ഹാർഡ് കോർ കമ്മ്യൂണിസമായിട്ടല്ല, ഡെമോക്രാറ്റിക് സോഷ്യലിസമായിട്ട് എമർജ് ചെയ്യും. എന്ന് വെച്ചാൽ മധ്യവർഗത്തിൽ തന്നെ IT-യിലും മറ്റു രീതിയിലും തൊഴിലാളികളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അവരുടെ കാര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി. പക്ഷേ പിണറായി വിജയനും P ജയരാജനും ഈ പഴയ കണ്ണൂർ ടൈപ്പ് വരട്ടുവാദ രാഷ്ട്രീയവും മുൻവെക്കുന്ന സാധനം അത് ജനങ്ങൾ എടുക്കുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അത് നിങ്ങളുടെ ഉള്ളിലുള്ള കാര്യം, നിങ്ങളുടെ ഉള്ളിലുള്ള താത്വികപരമായിട്ടുള്ള കാര്യം. പക്ഷേ ഈ താത്വികപരമായിട്ടുള്ള കാര്യങ്ങളെക്കാട്ടും പുറത്ത് ഇത്രയും വലിയൊരു മതസാമുദായിക ധ്രുവീകരണത്തിൻ്റെ ഒരു ചിത്രം കേരളത്തിലുണ്ട്. അപ്പോൾ അതില്ല എന്ന് പറഞ്ഞ് വൈറ്റ് വാഷ് ചെയ്ത് സെക്യുലർ എന്ന് പറഞ്ഞിട്ട് അടിയിൽ നടക്കുന്ന കാര്യങ്ങളെ, അടിയിൽ ഇങ്ങനെ പതഞ്ഞു പോകുന്ന ഒറിജിനലായിട്ട് നടക്കുന്ന കാര്യങ്ങളെ നിങ്ങൾ കാണാതെ പോകുന്നത് കൊണ്ട് നിങ്ങൾക്ക് വരുന്ന തെറ്റാണ്. ഇതിൽ ശരിയായ രീതിയിൽ ഇടതുപക്ഷം ഇത് ചിന്തിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായിട്ട് തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടത് P ജയരാജൻ വരണം. ഈ P ജയരാജനും പിണറായി വിജയനും ഒന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. ഇവരൊക്കെ ഗുണ്ടാ രാഷ്ട്രീയത്തിൻ്റെ ആൾക്കാർ തന്നെയാണ്. RSSകാരെ ഞങ്ങൾ RSSകാരെ വെട്ടി, അങ്ങോട്ട് വെട്ടി, ഗുണ്ടാ രാഷ്ട്രീയത്തിൻ്റെ ആൾക്കാരാണ് ഇവർ. അപ്പോൾ നിങ്ങളുടെ ഓൾട്ടർനേറ്റീവ്സ് പോലും, നിങ്ങൾ പകരമായിട്ട് കൊണ്ടുവരുന്ന കാര്യങ്ങൾ പോലും ഇത് തന്നെയാണ്. പകരമായിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ പുതിയൊരു ഇതിലോട്ട് കൊണ്ടുവരാനോ അല്ലെങ്കിൽ ഈ ജാതിമതപരമായിട്ട് ഇങ്ങനെ വിഘടിച്ച് നിൽക്കുന്നതിനെ ട്രൂ ആയിട്ടുള്ള സെക്യുലറിസം കൊണ്ട് ബ്രേക്ക് ചെയ്യാൻ കൊണ്ടുവരാൻ പറ്റുന്ന ആൾക്കാരും നിങ്ങൾക്കില്ല. നിങ്ങൾ പിന്നെയും പഴയ രീതിയിലോട്ട് പോവുക. അവർ കുറ്റം പറയുമ്പോൾ ഇങ്ങോട്ടാടും, ഇവർ കുറ്റം പറയുമ്പോൾ അങ്ങോട്ടാടും. ഈ സ്പേസിൻ്റെ ഇടയിൽ കൂടെ വേറൊരു ഫോഴ്സ് കയറും. അപ്പോൾ നിങ്ങൾ താഴെ വീഴും. അപ്പോൾ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള രീതിക്ക് എനിക്കിതാണ് പറയാനുള്ളത്. ഇതെന്തോ ഒരു സെൽഫ് ഡിസ്ട്രക്റ്റിംഗ് ഗ്രൂപ്പിലാണെന്ന് തോന്നുന്നു ഇടതുപക്ഷം. നന്നാവാനുള്ള ഒരു ഇതും എനിക്ക് കാണുന്നില്ല. പിന്നെയും പഴയ രീതിയിലോട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ നന്നാവട്ടെ എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല. ഓക്കെ.